മുട്ടിനുള്ളിൽ ചെയ്യുന്ന PRP ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, അതും ഹൈൽറോണിക് ആസിഡ് ഇഞ്ചക്ഷനും, ഇത് രണ്ടിൻ്റെ പ്രാധാന്യം എന്താണ്? ഇത് ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമോ? ഒറ്റ വാക്കി പറഞ്ഞാൽ പറ്റില്ല. അതായത് ഇപ്പോൾ വളരെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്, പക്ഷേ അത് വളരെ ഒരു പരീക്ഷണാർത്ഥത്തിൽ മാത്രമേ ഇപ്പോൾ അത് വിജയിച്ചിട്ടുള്ളൂ എന്ന് ഇപ്പോൾ ഒരു സ്റ്റഡീസും നമ്മൾ സയൻറ്റിഫിക്കായിട്ട് അത് പൂർണ്ണമായിട്ടും നമുക്കത് ഏതെങ്കിലും ഈ മുട്ടിൻ്റെ തേയ്മാനത്തിനെ സംബന്ധിച്ച് അത് കംപ്ലീറ്റ് ആയിട്ട് പലരും ഇഞ്ചക്ഷൻ എടുക്കും. അത് പ്രധാനമായിട്ട് സംഭവിക്കുന്നത് നമുക്കത് സർജറി ഒഴിവാക്കാം, അല്ലെങ്കിൽ മുട്ടിന് ഓപ്പറേഷൻ വേണ്ടി വരുന്നവർക്ക്, അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ സർജറി നമുക്ക് എല്ലാവർക്കും പേടിയുള്ളതാണ്. അതിൻ്റെതായ റിസ്കുകളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും, പല പല ഇഷ്യൂ ഉണ്ടാകും, പേടി ഉണ്ടാവാം, ഇതെല്ലാം ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഒരു സർജറി ഒഴിവാകുമെങ്കിൽ അത് ഒഴിവാകട്ടെ എന്നോർത്തുകൊണ്ടാണ് പലപ്പോഴും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഡോക്ടർമാർ അത് ചെയ്യാറുണ്ട് ഞാനും, പക്ഷേ അത് വളരെ സെലക്റ്റഡ് ഇൻഡിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. ഏർലി സ്റ്റേജ് ആർത്രൈറ്റിസിൻ്റെ അകത്ത് ഒരു മിനിമൽ സിംറ്റമാറ്റിക് ഇഫക്റ്റ് 3 to 6 months കിട്ടാമെന്ന് മാത്രമാണ് ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത്. അല്ലാതെ ഒരിക്കലും അതൊരു വണ്ടർ ഡ്രഗ് അല്ല. അങ്ങനെ സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല. പക്ഷെ ചിലർക്ക് എനിക്ക് നല്ല റിസൾട്ട് ആണെന്ന് പറയാറുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. തൽക്കാലം ഒരു ആശ്വാസം കിട്ടും, അത്രേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് എ മാജിക് വൺ, ഇറ്റ്സ് നോട്ട് എ മാജിക് ഡ്രഗ്, മനസ്സിലായില്ലേ? പക്ഷെ അതിന് അതിൻ്റെതായ ഒരു ഗുണം ഉണ്ടാവാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു പരീക്ഷണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനുള്ള എവിഡൻസ് നമ്മൾ സയൻറ്റിഫിക് എവിഡൻസ് വെച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള എവിഡൻസ് കിട്ടിയിട്ടില്ല. 3 to 6 months വരെ ഒരു എഫക്റ്റീവ് വരാം. അപ്പോൾ ഏർലി സ്റ്റേജിലുള്ളവർക്ക് മുട്ട് മാറ്റി വെക്കുന്നത് വരെയുള്ള ഒരു സിംറ്റമാറ്റിക് റിലീഫ് വരാം. പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് 3, അതായത് ഒരുപാട് കാർട്ടിലേജ് ഡാമേജ്, മുട്ടിന് വളവ് വന്നവർ, അതിലൊക്കെ ഇതുകൊണ്ട് കാര്യമായി യാതൊരു ഗുണം തന്നെ കിട്ടത്തില്ല. ആർട്ടിഫിഷ്യൽ ഫ്ലൂയിഡ് ഇഞ്ചക്ഷൻ, അതായത് ഹൈൽറാണിക് ആസിഡ് എന്ന് പറയുന്നത്, അത് ഇഞ്ചക്ഷൻ ചെയ്താൽ കുറച്ചൊരു ഒരു ലൂബ്രിക്കേഷൻ ഇഫക്റ്റ് കിട്ടും. മുട്ടിന് PRP ഇഞ്ചക്ഷന് കുറച്ച് കാർട്ടിലേജ് വളരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷെ അത് നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് കാർട്ടിലേജ് വളരുന്നതായിട്ട് ഒരു സ്റ്റഡീസും ഇല്ല. ഹൈൽറോണിക് ആസിഡ് കാർട്ടിലേജ് വളരാൻ വേണ്ടിയിട്ടല്ല, ആ ഒരു ലൂബ്രിക്കേഷൻ, നമ്മൾ വണ്ടിക്കൊക്കെ ലൂബ്രിക്കേഷൻ ചെയ്യുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഫ്ലൂയിഡ് തന്നെ നമ്മൾ കൊടുക്കുന്നതാണ്. മുട്ടിനകത്തുള്ള നോർമൽ സൈനോവിയൽ ഫ്ലൂയിഡ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി സിന്തറ്റിക് ആയിട്ട് കൊടുക്കുന്നതാണ് ഹൈൽറോണിക് ആസിഡ്. അതിനൊരു കുഷനിങ് ഇഫക്റ്റ് ആണ്. പക്ഷേ അതിനൊരു ഷോർട്ട് ടൈം നല്ല എഫക്റ്റ് ഉണ്ട്, സിംറ്റമാറ്റിക് പേഷ്യന് പെയിൻ കുറയുന്നുള്ളത്. പക്ഷേ സിവിയർ, അതായത് സ്റ്റേജ് 3, സ്റ്റേജ് 4 എന്നുള്ള വളവൊക്കെ ഉള്ള കേസുകൾക്കും അമിതമായ വണ്ണമുള്ളവർക്കൊന്നും അതൊന്നും കാര്യമായ യാതൊരു ഫലങ്ങളും നമുക്ക് സയൻറ്റിഫിക് എവിഡൻസ് പ്രകാരം പറയാൻ പറ്റത്തില്ല. പക്ഷേ ട്രൈ ചെയ്യുന്നത് തെറ്റില്ല, കാരണം കൂടുതൽ ദൂഷ്യവശങ്ങളില്ല, ലിറ്റിൽ ബിറ്റ് കോസ്റ്റ്ലി അതിൻ്റെ മെത്തേഡ് അനുസരിച്ച്. പക്ഷേ ട്രൈ ചെയ്യുന്നത് തെറ്റില്ല. എസെപ്റ്റിക് പ്രിക്കോഷൻസിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഡോക്ടേഴ്സ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതിൽ നമ്മൾ ഒരു അത്ഭുതം പ്രതീക്ഷിക്കാനുള്ളതൊന്നും നിലവിലില്ല.